ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത TV ചാനലുകൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നു. ഈ ഭീകര വിരുദ്ധ ഓപ്പറേഷൻ സംയുക്ത ഓപ്പറേഷൻ കാശ്മീരിൽ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ സേനാ വിഭാഗങ്ങളും ഒപ്പം ഭരണകൂടവും ചേർന്ന് സംയുക്തമായിട്ടാണ് ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിലും ഒപ്പം തിരിച്ചടിയും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ലൈവ് സംപ്രേഷണം ചില ചാനലുകൾ നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേന്ദ്രം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2021 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമത്തിന്റെ ലംഘനമാണിത്. അങ്ങനെ ലംഘിച്ചു കഴിഞ്ഞാൽ കർശനമായ നടപടികൾ നേരിടേണ്ടി വരും. കാരണം നിങ്ങൾ ഇങ്ങനെ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്, അവിടുത്തെ നിരപരാധികളായ ജനങ്ങൾക്കാണ് അതിനെ വലിയ ദോഷം ചെയ്യുന്നത് എന്നാണ് കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറയുന്ന ഒരു കാര്യം. നമുക്ക് അറിയാവുന്നതാണ്, മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്ത് ഈ തത്സമയ സംപ്രേഷണമാണ് ഭീകരരെ കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ ഇടയാക്കിയ സംഭവം നമുക്കറിയാം. ഏതായാലും കർശനമായൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ കത്വ ദോഡ ജില്ലകളിൽ വലിയ രീതിയിൽ ഉള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടും ചിലയിടങ്ങളിൽ ഏറ്റുമുട്ടൽ നടന്നതായിട്ടും റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നുണ്ട്. 4 ഭീകരരുടെ രേഖാചിത്രവും സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞത്, ഈ ഭീകരരെ സഹായിക്കുന്നവരെ പോലും ഞങ്ങൾ വെറുതെ വിടില്ല, അവരെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതിർത്തി കടന്നുള്ളൊരു തിരിച്ചടിക്കും സാധ്യതകൾ ഏറെയാണ്. ഏതായാലും ഇതിൻ്റെ ലൈവ് സംപ്രേഷണം തടഞ്ഞിരിക്കുന്നു. ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ തന്നെ ശക്തമായ രീതിയിലുള്ള ഓപ്പറേഷനാണ് കാശ്മീരിൽ നടക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.